വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. നമ്മളുടെ ചാനലിൽ ഇതുവരെ നമ്മളൊരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വന്നത് ഒരു കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒരു ചോക്ലേറ്റ് ചീസ് കേക്ക്. അടിയിൽ കുറച്ച് ബിസ്ക്കറ്റും മുകളിൽ കുറച്ച് ചീസിന്റെ ലെയറും അതിന്റെ മുകളിൽ ചോക്ലേറ്റിന്റെ ലെയറും ഒക്കെ ആയിട്ട് ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഞാനൊരു കേക്ക് എക്സ്പേർട്ട് അല്ല, പക്ഷെ ഇത് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ നോക്കാം. അതിനു മുമ്പായിട്ട് പറയട്ടെ, ഇതൊരു നോ ബേക്ക് ചീസ് കേക്ക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ബേക്ക് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യവുമില്ല. അപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ് ഇതിന്റെ ക്രസ്റ്റ് ആയിട്ട് വരിക. ഇനി അതിലേക്കൊരു നമുക്ക് 15 ഗ്രാമോളം ബട്ടറിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ഞാൻ ഇതിനെ ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും ആ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം ബട്ടറാണ് കേട്ടോ ഇതിലെ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അത് തമ്മിലൊന്ന് യോജിക്കണം. അപ്പൊ എനിക്ക് നോക്കുമ്പോൾ ഇതിൽ ബട്ടർ കുറവായിരുന്നു, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു 15 ഗ്രാമോളം ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തരിയോട് കൂടി വേണം കേട്ടോ ഇത് പൊടിക്കാൻ. ഒരുപാട് പൊടി ആവരുത്, ഇത് കുറച്ച് തരി ഉണ്ടാവണം കണ്ടോ. അപ്പോഴേ ഈ ക്രസ്റ്റ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒരു കേക്കിന്റെ മോൾഡിലേക്ക് മാറ്റാം. ഞാനൊരു 6 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കേക്ക് ടിന്നിന്റെ മോൾഡിലേക്ക് ഇത് മാറ്റുകയാണ്. ഓപ്പണബിൾ ആയിട്ടുള്ള കേക്കിന്റെ മോൾഡ് മാത്രമേ ചീസ് കേക്കിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീസ് കേക്ക് അതേ പെർഫെക്ഷനിൽ പുറത്തെടുക്കാൻ പറ്റില്ല. ഇനി ഇതിനെ ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും അമർത്തി കൊടുക്കാം. നമുക്കൊരു പാത്രമോ ഒരു ഗ്ലാസോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ടൈറ്റ് ആവുന്ന വിധത്തിൽ ഇതിനെ അമർത്തി കൊടുക്കണം. എല്ലാ സ്ഥലവും ഏകദേശം ഒരുപോലെ വരുന്ന പോലെ തന്നെ നമുക്കിതിനെ ചെയ്ത് കൊടുക്കണം. നന്നായി അമർത്തി കൊടുത്തിട്ട് എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് അമർന്നിരിക്കുന്ന വിധത്തിൽ നമ്മൾ അതിനെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് 1 മണിക്കൂറോളം സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ചീസിന്റെ ക്രീം ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് ഈ കിരി എന്നുള്ള ബ്രാൻഡിന്റെ ഞാൻ കുക്കിംഗ് ബ്ലോക്ക് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഉപയോഗിക്കുമ്പോഴേ പെർഫെക്റ്റ് ആയി വരുന്നുള്ളൂ. അത് 200 ഗ്രാം ആയിരുന്നു, 2 പാക്കറ്റ് ഉപയോഗിക്കേണ്ടത്. അതായത് 400 ഗ്രാം ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. അപ്പൊ ഇത് 1 മണിക്കൂർ മുമ്പ് ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവാൻ, ഇല്ല എങ്കിൽ നമുക്കിത് ബീറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവും. ഒന്ന് സോഫ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ മുമ്പ് ഈ ബ്ലോക്കിനെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ ഈസി ആയിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യാൻ പറ്റും. നല്ലവണ്ണം മിക്സ് ചെയ്യണം. കുറച്ചൊരു ടൈം എടുത്തിട്ട് മെല്ലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത് ബീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബീറ്ററിനെ കുറച്ച് ടൈറ്റ് ആയിട്ടമാതിരി ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഇതിനെ മിക്സ് ചെയ്ത് റെഡിയാക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് 125 ml പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നല്ലോണം പഞ്ചസാര ഇടണം, എന്നാലേ ഈ ചീസ് ക്രീം നന്നായിരിക്കുള്ളൂ. ഇല്ല എങ്കിൽ ഉപ്പിന്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ. ഇപ്പൊ അതിനെ നന്നായി നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ബീറ്റർ ഇല്ലാതെ സ്പൂൺ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല ക്രീം നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഞാൻ വിപ്പിംഗ് ക്രീം ഇനി ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പൊ വിപ്പിംഗ് ക്രീമിന് വേണ്ടി ഞാൻ ഡ്രീം വിപ്പിന്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇതില് 1 പാക്കറ്റേ ഉപയോഗിക്കുന്നുണ്ട്. 1 പാക്കറ്റും ഫുള്ള് വേണ്ട, പക്ഷെ നമുക്ക് അടിക്കുമ്പോൾ ഒന്നിച്ച വിപ്പിംഗ് ക്രീം അടിക്കാൻ പറ്റുള്ളൂ. അതിലെ 1 പാക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇടുന്നത്. അതിലുള്ള ആസ് പെർ ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ ചെയ്യുന്നത്. 115 ml പാലൊഴിച്ചിട്ട് നല്ല ഹൈ ആയിട്ട് തന്നെ നമുക്കതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ചോക്ലേറ്റ് മൂസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെ അടിക്കുന്നതെന്ന് ഫുള്ളായിട്ട് വിശദമായി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്കും ഇതിന്റെ താഴെ കൊടുത്താൽ കണ്ടു നോക്കൂ. ഇത് നല്ല ഫാസ്റ്റായി അടിച്ചാൽ മാത്രമേ വരുള്ളൂ. ഒരുപാട് വിപ്പിംഗ് ക്രീം ഒരിക്കലും അടിക്കരുത് കേട്ടോ. അപ്പൊ എന്ത് സംഭവിക്കുന്നതാണ്, അതിന്റെ കൺസിസ്റ്റൻസി മാറും ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് കണ്ടോ. ഇപ്പൊ വിപ്പിംഗ് ക്രീമും പെർഫെക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ഈ ക്രീം ചീസിലേക്ക് ആഡ് ചെയ്യാൻ പോണം. ഈ വിപ്പിംഗ് ക്രീം ഫുൾ വേണ്ട, നമുക്ക് ഒരു സ്പാറ്റുല മാത്രമേ ആവശ്യമുള്ളൂ. അതിന്റെ ഹാഫേ വേണ്ടൂ നമുക്ക് കണ്ടോ. അത്ര മാത്രമേ ഇടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിനെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിനെ ബീറ്റ് ചെയ്യാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്ന് മാത്രം. അതായത് ആ വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി മിക്സ് ആവാനേ പാടുള്ളൂ. നല്ലൊരു ടേസ്റ്റും ഫ്ലേവർ ഉണ്ട്. ഇത് നോ ബേക്ക് ചീസ് കേക്ക് ആണ്. അതുകൊണ്ട് തന്നെ ചീസ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. കുറച്ചൊന്ന് ശ്രമിച്ചാൽ സൂപ്പറായി കിട്ടും. ഇനി ഇതിനെ ഞാൻ ഈ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ബിസ്ക്കറ്റിന്റെ ക്രസ്റ്റുള്ളതിനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കാണ് ഞാനിത് ഫില്ല് ചെയ്യുന്നത്. ഫില്ലിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രീം ചീസ് ഫില്ലിംഗ് ഇതിനെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിലല്ല.
ഇനി 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഡയറി മിൽക്കിന്റെ ഒരു വലിയ ബാറാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. ചെറിയ പീസാക്കിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം. ഇതിനായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ പാനിൽ വെച്ചിട്ട് വെള്ളം ചൂടാവുമ്പോൾ അതിന്റെ മുകളിലുള്ള ചൂട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് മെൽട്ടായി കിട്ടേണ്ടത്. പെട്ടെന്ന് തന്നെ മെൽട്ടാവും. അടിയിലുള്ള വെള്ളം തിളയ്ക്കുമ്പോൾ ഇപ്പം നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനും പറ്റും. ഇപ്പൊ ഇത് കണ്ടോ, വെള്ളം മെൽട്ടായി. ഞാൻ ഇതിനെ എടുത്തിട്ടുണ്ട്. മെൽട്ടാവാൻ തുടങ്ങുമ്പോൾ തന്നെ എടുത്ത് പുറത്തെടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് ജെല്ലി റെഡിയാക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ അഗറാണ് ഉപയോഗിക്കുന്നത്. അഗറിന്റെ ഈ വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്, ട്രാൻസ്പെറന്റ് കളറിലുള്ളതിനെ നമുക്കൊരു അരമണിക്കൂർ വെള്ളത്തിലെടുത്തിടണം. അതിന്റെ ഒരു 5 ഗ്രാം മതി കേട്ടോ. ഇത് കുറച്ച് കൂടുതലുണ്ട്. ഇതെനിക്ക് ജെല്ലിക്കും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടതാണ്. ഇത്ര വേണ്ട, 5 ഗ്രാം എടുത്ത് അതിനെ വെള്ളം മുങ്ങുന്ന രീതിയിൽ നമുക്ക് ആക്കി വെക്കുക. നല്ലോണം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം കേട്ടോ. ഇതൊരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ ഇരുന്ന അഗറിനെ ഞാൻ ഇനി ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ പോകണം. കുറച്ച് നല്ലവണ്ണം വെള്ളം ഒഴിക്കണം. അത് മുങ്ങുന്ന തരത്തിൽ തന്നെ നല്ലവണ്ണം ഒന്ന് വെള്ളം ഒഴിക്കുക. ഇല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ജെല്ലി ആയിട്ടാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇനി ഇത് ഫുള്ളായിട്ട് ഈ അഗർ ഫുള്ളായിട്ട് മെൽട്ടായിട്ട് കണ്ടോ, അതൊക്കെ മെൽട്ടായി ആ ഒരു ഷേപ്പ് ഒന്നും ഇല്ലാതെ ട്രാൻസ്പെറന്റ് ആയി കാണുന്നവരെ നമുക്ക് ഇതിനെ ചെയ്യണം. ഇത് ഫുൾ ക്വാണ്ടിറ്റി നമുക്ക് അതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് ഒരു അര കപ്പ് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കണ്ടോ, ഇത് പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ നമുക്കിതിനെ ഈ ചോക്ലേറ്റിലേക്ക് ഒഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ അഗർ കട്ടിയായി പോയിട്ട് പുഡിങ്ങിന്റെ രീതിയിലേക്ക് ജെല്ലിയായി പോവും. അതുകൊണ്ട് തന്നെ അത് ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യണം. ഈ ചോക്ലേറ്റിനെ മിക്സിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കണം. ഇല്ല എങ്കിൽ അവിടെയും ഇവിടെയും ചെറിയ ചെറിയ പീസസ് മാതിരി ഗ്ലാസസ് പോലെ ഈ ജെല്ലിയുടെ പീസസ് കിടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം പോലെയാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ വെള്ളം പോലെയാണെങ്കിലും സെറ്റ് ആകുമ്പോൾ നമുക്കൊരു തിക്കായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ജെല്ലിയുടെ മുകൾ ഭാഗം കിട്ടും, ഒരു ടോപ്പിംഗ് കിട്ടും. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ചീസ് ക്രീം ഫില്ലിങ്ങിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മെല്ലെ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് കുത്തനെ ഒഴിക്കരുത് കേട്ടോ. കുത്തനെ ഒഴിച്ചാൽ ആ ക്രീമിലേക്ക് പെട്ടെന്ന് അതിന്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ മെല്ലെ ഒന്ന് തട്ടി എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കുക. ഇനി ഇതിനെ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം സെറ്റ് ആവാനായിട്ട്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡി ടു സെർവ് ആണ് കേട്ടോ. 3 മണിക്കൂർ കഴിഞ്ഞ് സെറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജെല്ലിയുടെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടായിരിക്കാം. അപ്പൊ അത് കുറച്ച് സമയം കൂടി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. എനിക്ക് പൊതുവെ കേക്ക് ഡെക്കറേഷൻ ഒന്നും വലിയ പരിചയമില്ല കേട്ടോ. ഞാൻ അധികം ശ്രമിച്ച് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊരു വൈറ്റ് ചോക്ലേറ്റിനെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് വെറുതെ ഒന്ന് വരഞ്ഞു നോക്കുകയാണ്. എൻ്റെ പൈപ്പിംഗ് ബാഗ് ഒന്നുമില്ല, അതുകൊണ്ട് ഇത് അത്ര വലിയ പെർഫെക്ഷൻ ഒന്നും വന്നിട്ടുണ്ടാവില്ല മുകളിലുള്ള ഡെക്കറേഷൻ കേട്ടോ. ജസ്റ്റ് ഒരു ശ്രമം നടത്തിയെന്ന് മാത്രം. പക്ഷെ കേക്ക് സൂപ്പറാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ഇതിനെ തുറന്നു നോക്കുന്നുണ്ട്. ഇങ്ങനെ തുറന്നെടുക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ടുള്ള ട്രേ വാങ്ങിക്കുന്നത്. കണ്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ആ അടിയിലുള്ള ക്രസ്റ്റ്, ബിസ്ക്കറ്റിന്റെ ക്രസ്റ്റ്, അതിന്റെ മുകളിൽ ആ ക്രീം ചീസ് ഫില്ലിംഗ്, പിന്നെ ടോപ്പില് ചോക്ലേറ്റ് ജെല്ലി. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുന്ന ഉറപ്പാ. ഞാൻ ഇതിനെ കട്ട് ചെയ്ത് നോക്കണം. ഞാൻ കട്ട് ചെയ്ത വീഡിയോ എന്നെ മിസ്സായി പോയിട്ടോ. കുറച്ച് പണിയുണ്ടെന്ന് തോന്നുമെങ്കിലും പക്ഷെ അത്ര പണിയൊന്നുമില്ല ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.